ആലപ്പുഴയിൽ ലഹരി വിൽക്കുന്നത് സ്കൂൾ കുട്ടികൾ. പോലീസിന്റെ പിടിയിലായ 17-കാരനാണ് ന്യൂസ് 18നോട് ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയത്. ശനിയാഴ്ച ദിവസം മാത്രം തൻ്റെ കയ്യിൽ നിന്ന് കഞ്ചാവ് വാങ്ങുന്ന കുട്ടികളുടെ എണ്ണം 100-ലേറെയാണ്. പാക്കറ്റ് ഒന്നിന് 500 രൂപയ്ക്കാണ് വിൽപ്പനയെന്നും കഞ്ചാവ് വിറ്റാൽ പകരം ലഭിക്കുക ഉപയോഗിക്കാനുള്ള കഞ്ചാവ് മാത്രമാണെന്നും 17-കാരൻ ന്യൂസ് 18നോട് തുറന്നു പറഞ്ഞു. ഓപ്പറേഷൻ ഡി ഹണ്ട് ഉൾപ്പെടെയുള്ള ലഹരിക്കെതിരെയുള്ള ക്യാമ്പയിൻ പോലീസ് ആരംഭിച്ചതോടുകൂടി തെരച്ചിൽ വ്യാപകമാകുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ ഘട്ടത്തിലാണ് ലഹരി മാഫിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ഇത് വിൽപ്പന നടത്തുന്ന ആളുകൾ വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ചു തുടങ്ങിയത്. അത്തരത്തിൽ വിദ്യാർത്ഥികളെ ഉപയോഗിച്ച് മറ്റ് വിദ്യാർത്ഥികളിലേക്ക് ഇത് എത്തിക്കുക, ഒപ്പം പലയിടങ്ങളിൽ ഇത് വിൽപ്പന നടത്തുക അടക്കമുള്ള കാര്യങ്ങളാണ് ചെയ്തു വരുന്നതെന്നാണ് നമ്മൾ നടത്തിയ അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു വിദ്യാർത്ഥി നമ്മളോട് പ്രതികരിക്കുകയാണ്. എന്തൊക്കെയാണ് ഈ ലഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യങ്ങളെന്നാണ് തുറന്നു പറയാൻ പോകുന്നത്. പഠിക്കുകയാണ് അല്ലേ? എങ്ങനെയാണ് ആദ്യമായിട്ട്, അതായത് ഈ ഒരു ലഹരി ഉപയോഗം, കഞ്ചാവ് ഉപയോഗത്തിലേക്ക് എത്തിയത് എങ്ങനെയാണ്? എങ്ങനെയാണ് ലഹരി മാഫിയ കുട്ടികളെ വലയിലാക്കുന്നത്? ഒരു വിദ്യാർത്ഥി നമ്മളോട് തുറന്ന് സംസാരിക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നിരിക്കുകയാണ്. എത്ര നാളായി ലഹരി ഉപയോഗം? 1 വർഷമായിട്ടുണ്ട് അല്ലെ? സ്കൂൾസ് തൊട്ട് ഇത് കിട്ടിയിട്ടുണ്ട്. 10th കഴിഞ്ഞിട്ടാണ്. എങ്ങനെയാണ് ഇവർ നിങ്ങളെ അപ്രോച്ച് ചെയ്യുന്നത്? അതായത് വഴിയിൽ വെച്ച് കണ്ടപ്പോ എങ്ങനെയാണ് അയാൾ നിങ്ങളെ അപ്രോച്ച് ചെയ്തത്? വലിക്കാൻ വേണ്ടി തന്നു. വിളിക്കാൻ തുടങ്ങി. എന്താ അയാൾ വിളിക്കുമ്പോ എന്താ പറയുന്നത്? അതായത് കൂട്ടുകാർക്ക് ഇത് വേണോ എന്ന് ചോദിക്കാനായിട്ട് അയാൾ നിങ്ങൾക്ക് നിർദ്ദേശം തന്നിരുന്നു? ആദ്യം താങ്കളെ കണ്ടു, താങ്കൾക്ക് ഇത് തന്നു, സൗഹൃദത്തിന്റെ പുറത്ത് തന്നു അല്ലെ? ഇവിടെ അടുത്ത് തന്നെയുള്ള ആളാണ് അല്ലെ? അതിനുശേഷം പിന്നീട് എന്താ പറയുന്നത്, കൂട്ടുകാരെ കൂടി കണക്ട് ചെയ്ത് തരാൻ പറയുന്നുണ്ടായിരുന്നു. അവരൊക്കെ വിദ്യാർത്ഥികളാണ്. പിന്നീട് എങ്ങനെയാണ് കൂട്ടുകാരിലേക്ക് ഇത് എത്തി തുടങ്ങിയത്? വേറെ കുറെ ആളുകളും ഉണ്ട് ഇതിനകത്ത്. അപ്പൊ ഇതിനകത്ത് ഇത് കൊടുത്താൽ, സുഹൃത്തുക്കൾക്ക് ഇത് വിറ്റാൽ, സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഇത് വിറ്റാൽ എന്ത് നേട്ടമാണ് തനിക്കുണ്ടാകുന്നതെന്ന് പറഞ്ഞിട്ടാണ്? പുള്ളിക്ക് അദ്ദേഹത്തിനാണ് പൈസ കൊടുക്കുന്നത്. പകരം ഇയാൾക്കുള്ള നേട്ടം എന്താണ്? ഉപയോഗിക്കാൻ തരിക എന്നുള്ളതാണ്. പൈസ, നിങ്ങൾക്ക് കിട്ടുന്ന പൈസ ഈ ഏൽപ്പിക്കുകയാണ്. പകരം ലഹരി മാത്രമാണ് തരുന്നത്. ഇങ്ങനെ അഡിക്റ്റ് ആക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു. എന്താ പറയുന്നത്? വേണമെന്ന് ചോദിക്കുന്ന ഉദ്ദേശിക്കുന്നത് വേറെ ക്ലയന്റിനെ കണ്ടെത്തി കൊടുക്കാൻ വേണ്ടിയാണ്. ആ സമയത്ത് ആണോ കുട്ടി ഇത് മറ്റു സുഹൃത്തുക്കൾക്ക് വേണമെന്ന് അന്വേഷണം നടത്തുന്നത്? ഈ പ്രദേശത്തുള്ള സ്കൂളുകളിലൊക്കെ ഉള്ള കുട്ടികളുമായിട്ട് ബന്ധമുണ്ടോ? ഉണ്ട്. എങ്ങനെയാണ് വിദ്യാർത്ഥികളുടെ ഒരു ലഹരി ഉപയോഗം? ഒരുപാട് പേര് ഉപയോഗിക്കുന്നുണ്ട്. എത്ര രൂപ വെച്ചാണ് ഇത് വിൽപ്പന നടത്തുന്നത്? പാക്കറ്റിന് വിൽപ്പന നടത്തുന്നത് ഏകദേശം ഇപ്പൊ പോലീസിന്റെ ഒരു കണക്ക് പ്രകാരം 100 കണക്കിന് വിദ്യാർത്ഥികൾ 100-ന് മേലുണ്ടെന്നാ പറയുന്നത്. തൻ്റെ മകനെ ഏജന്റായി ഉപയോഗിക്കുന്നുവെന്ന് അമ്മയും സ്ഥിരീകരിച്ചു. വിദ്യാർത്ഥിയുടെ ലഹരി വിൽപ്പനയെയും ഉപയോഗത്തെയും കുറിച്ച് പരാതി നൽകിയതും ഈ അമ്മയാണ്. കുട്ടിയെ സൗഹൃദം നടിച്ച് ലഹരി വിൽപ്പനയ്ക്ക് ഉപയോഗിച്ച അയൽവാസിയെക്കുറിച്ചുള്ള വിവരം ഇവർ പോലീസിന് കൈമാറി. ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട പോലീസിനടക്കം വിവരം നൽകിയ ഒരു രക്ഷകർത്താവാണ് നമ്മളോടൊപ്പം ഉള്ളത്.
വീട്ടിലെ സാഹചര്യങ്ങൾ വളരെ മോശമായി തുടങ്ങിയതോടുകൂടിയാണ് മക്കളെ അടക്കം കുട്ടിയെ രക്ഷിക്കാൻ ഈ അമ്മ അത്തരത്തിലൊരു നടപടിയിലേക്ക് കടന്നത്. എന്തായാലും ഈ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് ഈ വീട്ടിലുണ്ടായ പ്രശ്നങ്ങൾ ആ അമ്മ നമ്മളോട് തുറന്നു പറയാനായി തയ്യാറായിരിക്കുകയാണ്. വലിയൊരു പ്രശ്നത്തിലൂടെയാണ് കടന്നു പോയിരുന്നത് അല്ലേ? എന്തായിരുന്നു വീടിന്റെ ഒരു അവസ്ഥ? ഇതിൻ്റെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മകൻ ഇത് ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കും ഈ വീട്ടിൽ അലമാരി ഒക്കെ ദേഷ്യം വരുമ്പോൾ തന്നെ കൊട്ടിക്കുന്നു, നമ്മളോട് ദേഷ്യപ്പെടുന്നു, വയലൻ്റായിട്ട് നടക്കുന്നു. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ വന്നപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി ഈ ഒരു സ്വഭാവമല്ലായിരുന്നു. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടാണെന്ന് മനസ്സിലായി. പിന്നെ ഇവിടെ കുട്ടികൾ അവൻ്റെ കൂട്ടുകാരൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരാൻ തുടങ്ങി. അവരൊക്കെ കാണുമ്പോഴേ നമുക്കറിയാം ഏകദേശം ആ ഒരു മോഡലിലുള്ള പിള്ളേരൊക്കെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് ശരിയാകത്തില്ല. അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പോലീസിനെ വിവരം അറിയിച്ച് അവർ വന്ന് ധാരാളം കൊടുക്കുന്നത് അവർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താണ് ഒത്തിരി പിള്ളേരുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ എല്ലാവരെയും നേരിലേക്ക് കൊണ്ടുവരണം. വിദ്യാർത്ഥികളാണ് കൂടുതലും വരുന്നത്. വിദ്യാർത്ഥികൾ തന്നെയാണ് വരുന്നത്. വിദ്യാർത്ഥികളെയാണ് ഇവർക്ക് അരസഡ് ഉപയോഗിക്കുന്നത് അല്ലേ? അവരാണ് ഇവിടെ ഈ വീട്ടിൽ തന്നെ ഒരുപാട് പേര് വന്ന് റോഡിൽ നിന്ന് ഇങ്ങനെ വിളിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നു. രാത്രി സ്കൂൾ കുട്ടികൾ രാത്രി താമസിച്ചാണ് വീട്ടിൽ വന്നത്. ചോദിക്കുമ്പോൾ കൂട്ടുകാരുടെ കൂടെ പോകുമെന്ന് പറഞ്ഞത് നമ്മൾ പറഞ്ഞാലൊന്നും അനുസരിക്കില്ല. ഭയങ്കര ദേഷ്യമായിരുന്നു. ഇവിടെ ഈ കുട്ടികളെ ട്രാപ്പ് ചെയ്യാനുള്ള ഒരു സംവിധാനം ഇങ്ങനെ ഈ പരിസരം കേന്ദ്രീകരിച്ചുണ്ടായിരുന്നു അല്ലേ? ഉണ്ട്. ഇവിടെ കൂടുതലും പേർക്ക് ഉണ്ട്. അവർ ഏത് വിധേനയാണെങ്കിലും അവരത് എത്തിച്ചു കൊടുക്കും. അങ്ങനെയാണ്. മകനെ അങ്ങനെ ട്രാപ്പ് ചെയ്ത് ഒരു സാഹചര്യത്തിലേക്ക് ആണെന്ന് അമ്മയ്ക്ക് മനസ്സിലായി തുടങ്ങിയത്. ഒരു ദിവസം അവന്റെ ഫോണിലേക്ക് ഒരു കോൾ വന്ന്. അപ്പൊ ഞാൻ എടുത്തപ്പോ ഈ പറഞ്ഞ അറസ്റ്റ് ചെയ്തത് ആയിരുന്നു. ഞാൻ ചോദിച്ചു, ഇവരോടും ഒത്തിരി പ്രായമുള്ള ചെറുക്കനെ ഞാൻ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഒന്നുമില്ലാന്ന് പറഞ്ഞു. അപ്പൊ ഒരു ദിവസം ഞാൻ ആ ഫോണിലെ റെക്കോർഡ് കേട്ടപ്പോൾ എനിക്കത് മനസ്സിലായി. ഈ ചെറുക്കനാണ് ഇത് കൊണ്ടുവന്ന് കൊടുക്കണേന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ഞാൻ ദിവസം പുറത്ത് വെച്ച് ചെറുക്കനെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചപ്പോഴത്തേക്ക് അവനൊന്നും ഇല്ല എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. പിന്നെ ഒരു ദിവസം അവൻ്റെ കൂടെ ഇവൻ ബൈക്കിന് പോകുന്നത് ഞാൻ കണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി അവൻ തന്നെയാണ് ഇത് കൊടുത്തിട്ടുള്ളത്. നിങ്ങളോടൊപ്പം തന്നെ ഒരുപാട് രക്ഷകർത്താക്കളും ഇപ്പൊ പോലീസ് ബന്ധപ്പെട്ടിട്ടുണ്ട് അല്ലേ? ബന്ധപ്പെട്ടിട്ടുണ്ട്. എല്ലാവരും ചെന്നിട്ടുണ്ട്. മീറ്റിംഗ് പോലെ നടത്തിയെന്ന് പറഞ്ഞത്. അവർ സ്ഥിരീകരിച്ചിട്ടുണ്ട് അല്ലേ ഈ കുട്ടികൾ ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത്? ശരിക്കും പറഞ്ഞാൽ ഇതൊരു വലിയ ഭീഷണിയായി മാറുന്നുണ്ടല്ലേ? ഇപ്പോൾ ഇത് പറഞ്ഞു കൊടുക്കുന്നത് കൊണ്ട് ഇവനും ഭീഷണി വരുന്നുണ്ട്. ഇവനെ ആക്രമിക്കുമെന്നും കൊടുത്തുകൊണ്ടും പേര് പറഞ്ഞു കൊടുത്തതുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇവനും ഭീഷണിയുണ്ട്. അച്ഛനില്ലാതെ രണ്ട് കുട്ടികളെ വളർത്തിയ അമ്മയാണ് അല്ലേ? അതെ. ശരിക്കും പറഞ്ഞാല് നമ്മളുടെ ഒരു വീടിന്റെ സാഹചര്യങ്ങളൊക്കെ ഇവര് നിരീക്ഷിക്കുന്നുണ്ടാവും അല്ലേ? തീർച്ചയായിട്ടും. അത് തന്നെ ഇവര് ചൂഷണം ചെയ്യാറ്. ആരും ഇല്ലല്ല ചോദിക്കാനും പറയാനും. ആ ഒരു രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അച്ഛൻ മരിച്ചുപോയിട്ട് എത്ര വർഷമായി? ഇപ്പോൾ 10 വർഷമാണ്. ശരിക്കും വീടിന്റെ സമാധാന അന്തരീക്ഷത്തിൽ ശരിക്കും തകർന്നിരിക്കുകയാണ്. ഇപ്പോഴാണ് ഏകദേശം ഒരു ഇച്ചിരി ഇതായിട്ട് വരുന്നത്. കൂട്ടുകെട്ട് ഒക്കെ മോശമായിരുന്നു. ഇപ്പൊ ഏകദേശം അവനത് മനസ്സിലായി. പഠനത്തെയൊക്കെ പഠിച്ചു തുടങ്ങി. കുഴപ്പമില്ല. ഇപ്പൊ ശാന്തമായിട്ട് തന്നെയാണ് പോകുന്നത്. വീട്ടിലുണ്ടാവും, പുറത്തേക്കൊന്നും. ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹിതൻ ചേരുന്നുണ്ട്. ശരണ്യാണ് ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നത്. ആ ഒരു 17-കാരൻ്റെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ. ശരണ്യ, ഇവിടെ ഈ അമ്മയുടെ വാക്ക് കേട്ടപ്പോൾ ഏറെ സങ്കടം തോന്നിയത് 7-ാം വയസ്സിൽ, അതായത് ഈ 17-കാരന് 7 വയസ്സുള്ളപ്പോൾ അവൻ്റെ അച്ഛനെ നഷ്ടമായതാണ്. കഴിഞ്ഞ 10 വർഷത്തോളമായി അച്ഛനില്ലാതെ തനിച്ച് മക്കളെ വളർത്തി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരമ്മയുടെ സങ്കടപ്പെടുത്തുന്ന അല്ലെങ്കിൽ ദയനീയമായിട്ടുള്ളൊരു വാക്കുകളാണ് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞത്. ഇതുപോലെ ഒരുപക്ഷെ കേരളത്തിലെ പല വീടുകളിലും നിരവധി മാതാപിതാക്കൾ മക്കളെ ഓർത്ത് ഇന്ന് കണ്ണീര് കുടിക്കുന്നുണ്ടാകും. പ്രത്യേകിച്ചും ലഹരിക്കടിമകളായ കുട്ടികൾ. ഇന്ന് സ്കൂൾ വിദ്യാർത്ഥികളെ ഉപയോഗിച്ച് ലഹരി മാഫിയ ഈ രീതിയിൽ ഇടപെടുന്നുണ്ടെങ്കിൽ അത് ആലപ്പുഴയിൽ മാത്രം ഒരു വിദ്യാർത്ഥി മാത്രം 100-ലേറെ കുട്ടികൾക്ക്, സ്കൂൾ കുട്ടികൾക്ക് ലഹരി നൽകുന്നുണ്ടെങ്കിൽ കേരളത്തിലെ മൊത്തത്തിലുള്ള കണക്കെടുത്ത് നോക്കിയാൽ ഒരുപക്ഷെ ഞെട്ടിപ്പിക്കുന്നതായിരിക്കും ആ കണക്കുകൾ. എന്താണ് ഈ വിദ്യാർത്ഥിയും അമ്മയും ശരണ്യനോട് പങ്കുവെച്ച അനുഭവങ്ങൾ? ഇതൊരു ഈ 17 ഒരു വ്യക്തിയുടെ, ഒരു വിദ്യാർത്ഥിയുടെ മാത്രം അനുഭവമാകില്ലല്ലോ. ഇനി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് എങ്ങനെയാണ് ഈ കേസുമായി, ഈ ലഹരി മാഫിയയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന തുടർ നീക്കങ്ങൾ?
നല്ല രീതിയിലുള്ള പരിശോധന ആലപ്പുഴയിലെ ഡാൻസ് എഫ് ടീമും ഒപ്പം തന്നെ ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ അത് വളരെ കൃത്യമായി സ്കൂൾ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധനകളിലേക്ക് കടന്ന ഘട്ടത്തിലാണ് ഇത്തരം വിവരങ്ങൾ പുറത്തേക്ക് വന്നു തുടങ്ങിയത് എന്നുള്ളതാണ്. അതിൽ നമുക്കൊരു ഇൻഫർമേഷൻ ടോം കിട്ടുന്നു. അതായത് വടക്കൻ മേഖലയിലെ ഒരു പോലീസ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് രക്ഷകർത്താക്കളെ കൂട്ടത്തോടെ വിളിപ്പിച്ചിരിക്കുന്നു എന്നുള്ള വിവരം നമുക്ക് ലഭ്യമാകുന്നു. അങ്ങനെയാണ് നമ്മൾ ജില്ലയുടെ വടക്കൻ മേഖലയിലെ ഈ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നത്. അവിടേക്ക് എത്തുമ്പോൾ തന്നെ നമ്മൾ കണ്ടൊരു സാഹചര്യം കണ്ടപ്പോൾ തന്നെ നമുക്കങ്ങ് വല്ലാത്തൊരവസ്ഥയായി പോയി. എന്ന് വെച്ചാൽ ഒരുപാട് പേരൻസ് വന്നിട്ട് അവിടെ ഈ പോലീസ് സ്റ്റേഷൻ്റെ അവിടെ നിൽക്കുവാണ്. അതായത് ഈ കുട്ടി രക്ഷകർത്താക്കൾ ലഹരി ഉപയോഗം മക്കൾക്കുണ്ട് എന്ന് പോലീസ് ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം കുട്ടികളോട് സ്ഥിരീകരിച്ചതിന് ശേഷം രക്ഷകർത്താക്കളെ വിളിപ്പിച്ചതാണ്. പക്ഷേ ആദ്യഘട്ടത്തിൽ പോലീസ് അന്വേഷണ സംഘം ഡാൻസ് ഓഫ് ടീം ആണെങ്കിലും ഈ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരൊക്കെ ആണെങ്കിലും ഇവര് ഈ രക്ഷകർത്താക്കളോട് മക്കൾക്ക് ലഹരി ഉപയോഗം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവരൊരു കാരണവശാലും അതിനോട് അംഗീകരിക്കുന്ന സാഹചര്യമായിരുന്നു. അങ്ങനെ തങ്ങളുടെ മക്കൾക്ക് അങ്ങനെ ഒരു സംഭവമില്ല എന്നുള്ളൊരു നിലപാടെടുത്താണ് അവർ നിന്നിരുന്നത്. പക്ഷേ കുട്ടികളെയും രക്ഷകർത്താക്കളെയും ഒപ്പം പോലീസും കൂടിയിരുന്ന് സംസാരിച്ചു തുടങ്ങിയപ്പോൾ കുട്ടികൾ ഈ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങിയപ്പോൾ ബോധരഹിതരായി വീണ രക്ഷകർത്താക്കൾ അവിടെ ഉണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് അമ്മമാരുൾപ്പെടെ ഉള്ളവർ വളരെ സങ്കടത്തോടുകൂടി ഈ ഒരു സംഭവം അറിഞ്ഞ് അതിന് മുന്നിലേക്ക് വീണു എന്നുള്ളതാണ്. എങ്ങനെയാണ് ഇത്രയധികം കുട്ടികളിലേക്ക് ഈ ഒരു ലഹരി പോകുന്നത് എന്നുള്ള ഒരു മഞ്ഞുമലയുടെ അറ്റത്തേക്ക് മാത്രമേ നമുക്ക് പോകാൻ കഴിഞ്ഞിട്ടുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്നത് ഒരു വിദ്യാർത്ഥിയാണ്. അവൻ പറയുന്നു അവൻ്റെ കീഴിൽ തന്നെ ആദ്യം വാങ്ങാൻ വന്ന ആളുകളുണ്ട്, വാങ്ങി ക്യാരിയേഴ്സ് ആയവരുണ്ട്. അപ്പോൾ ഒരുപാട് പേരിലേക്ക് ഇത് എത്തേണ്ടതുണ്ട്. ഈ കുഞ്ഞുങ്ങളെ എല്ലാം തന്നെ കൈകാര്യം ചെയ്ത് ലഹരി മാഫിയ അവരുടെ കയ്യിൽ വെച്ചിരിക്കുകയാണ്. അതായത് ഓപ്പറേഷൻ ഡി ഹണ്ട് എന്ന് പറഞ്ഞ സർക്കാരിന്റെ കീഴിൽ വളരെയധികം ലഹരി വേട്ട നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ്. അങ്ങനെ ലഹരി വേട്ട നടക്കുന്ന ഘട്ടത്തിൽ ഇവർക്ക് ഏറ്റവും സേഫസ്റ്റ് ആയിട്ട് ക്യാരിയേഴ്സ് ആയിട്ട് ഈ സാധനങ്ങൾ കൊണ്ടുപോകാൻ ലഹരി മാഫിയ ഇപ്പോൾ ഉപയോഗിക്കുന്നത് നമ്മുടെ മക്കളെ, നമ്മുടെ സ്കൂൾ കുട്ടികളായിട്ടുള്ള കുഞ്ഞുങ്ങളെയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഞെട്ടിക്കുന്ന വിവരം നമുക്ക് പങ്കുവെക്കാനുള്ളത്. അങ്ങനെ ഗതികെട്ട സാഹചര്യത്തിലാണ് ഒരു അമ്മയ്ക്ക് നമ്മളോട് കണ്ട അമ്മ നമ്മുടെ മുന്നിൽ നിന്ന് കരയുമായിരുന്നു. ആ അമ്മ അവിടെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് എൻ്റെ മകൻ ഇത്തരത്തിൽ ലഹരി ഉപയോഗിക്കുന്നു, അത് മാത്രമല്ല അവനെ തേടി നിരവധി വിദ്യാർത്ഥികൾ എത്തുന്നു എന്നുള്ള നിർണായകമായ വിവരം പോലീസ് സ്റ്റേഷനിൽ അവർ പങ്കുവയ്ക്കുന്നത്. അങ്ങനെയാണ് ഈ ഒരു വലിയ വലയിലേക്ക്, ഇതൊരു മഞ്ഞുമല മാത്രമാണ് ടോമെ, വലിയ സർക്കിൾ, വലിയ നെറ്റ്വർക്ക് ഇതിന് പിന്നിലുണ്ട് എന്നുള്ളതാണ്. കാരണം കുട്ടികളെ പിടിച്ചാൽ ഇവർക്ക് ഒരു ജുവനൈലാണ്, അതുകൊണ്ട് തന്നെ കുട്ടികളോട് വിശദാംശങ്ങൾ തേടുക, കൗൺസിലിംഗ് നൽകുക, കുട്ടികളെ ഉപദേശിച്ച് തിരിച്ചുവിടുക, ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പോലീസ് സംവിധാനത്തിന് അത് എത്രമാത്രം വിജയകരമായി നടത്താൻ കഴിയും? പോലീസ് ഒരു ദിവസം കൗൺസിൽ ചെയ്തതുകൊണ്ട് ഇത് മാറുമോ? ഈ കുട്ടികൾ ഒരു അഡിക്ഷൻ മാറുമോ? അതൊന്നും സംഭവിക്കാതെ ഇത് സംഭവിക്കുന്നത് പറഞ്ഞാൽ കുട്ടികൾക്ക് ഈ ലഹരി വിറ്റ ആളുകളിലേക്ക് എത്തുക എന്നുള്ളത് വളരെ ശ്രമകരം. അതിലേക്ക് പോകാതെ ഇത് ഒരു കാരണവശാലും കൈകാര്യം ചെയ്യാൻ പറ്റില്ല. അങ്ങനെ 2 പേര് പിടിക്കപ്പെടുന്നു. ഈ 2 പേർ പിടിക്കപ്പെടുന്നത് തന്നെ ഇവർ നൽകിയ വിദ്യാർത്ഥികളുടെ രക്ഷകർത്താക്കൾ നൽകിയ ഇൻഫോർമേഷന്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ ഈ 2 പേരിൽ ഒതുങ്ങുന്നതല്ല ഈ കേസുകൾ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിന്റെ ഒരു സ്പെഷ്യൽ ടീം ഇതിനു വേണ്ടി ഈ കുട്ടികളെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഈ ഒരു നീക്കത്തിന് വേണ്ടിയുള്ള പരിശോധനയിലേക്ക് കടക്കണം എന്നുള്ളതാണ് നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. കാരണം ഇതിൻ്റെ ഒരു ഡെപ്ത് അതിഭീകരമാണ് എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ കണ്ട അമ്മ നമ്മളോട് പറഞ്ഞത് 2 മക്കളെ അവർ വളർത്തുന്നു.